പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കഴിഞ്ഞ വീഡിയോയിൽ പാസ്റ്റ് ടെൻസ് ഒന്നാം ഭാഗമായി സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. പാസ്റ്റ് ടെൻസ് രണ്ടാം ഭാഗമായി പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞുപോയ തുടർന്നു കൊണ്ടിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അല്പം ദൈർഘ്യമുണ്ടായിരുന്ന ഒരു ഭൂതകാല സംഭവം അത് നടന്നുകൊണ്ടിരുന്നു എന്നർത്ഥം വരത്തക്ക വിധം പറയാം. ഉദാഹരണം, ബേബി വാസ് സ്ലീപ്പിംഗ്. കുഞ്ഞു ഉറങ്ങിക്കൊണ്ടിരുന്നു. ഇവിടെ കൊണ്ടിരുന്നു എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. തുടർച്ചയായി നടന്ന എന്നാൽ കഴിഞ്ഞുപോയ സംഭവത്തെ അത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുന്നു. കുഞ്ഞിൻ്റെ ഉറക്കത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ പറയാം? ബേബി ഈസ് സ്ലീപ്പിംഗ്. കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉറങ്ങിക്കൊണ്ടിരുന്നു. വർത്തമാനകാലത്തിലെ 4 വകഭേദങ്ങളുടെ സമാന്തരങ്ങൾ ഭൂതകാല വകഭേദങ്ങളിലും തിരിച്ചറിയുന്നതിനാലാണ് കുഞ്ഞിൻ്റെ ഉറക്കത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബേബി ഈസ് സ്ലീപ്പിംഗ്, കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബേബി വാസ് സ്ലീപ്പിംഗ്, കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരുന്നു എന്നും പറയുന്നത്. കുഞ്ഞ് ഉറങ്ങി എന്ന് മാത്രമല്ല, കുറച്ചു നേരം ഉറങ്ങിക്കൊണ്ടിരുന്നു എന്നതിനാലാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുന്നത്. അല്പം തുടർന്നുകൊണ്ടിരുന്ന കഴിഞ്ഞുപോയ ഏത് കാര്യം പറയാനും ഈ ടെൻസ് ഉപയോഗിക്കാം. കർത്തരി പ്രയോഗത്തിൽ കർത്താവിൻ്റെ എണ്ണം പ്രാധാന്യമുള്ളതിനാൽ വാചകത്തിൻ്റെ ഘടന നിശ്ചയിക്കുന്നത് കർത്താവ് ഏകവചനത്തിലോ ബഹുവചനത്തിലോ എന്ന് നോക്കിയാണ്. ക്രിയയെ നാമത്തോട് ചേർക്കുന്ന ആക്സിലറി വെർബ് സഹായക ക്രിയയാണ് മാറുന്നത്. ഉദാഹരണം 1, ബേബി വാസ് സ്ലീപ്പിംഗ്. കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരുന്നു. കർത്താവ് ഏകവചനമായതിനാൽ ആക്സിലറി വെർബ്, അതായത് സഹായക ക്രിയ വാസ് ചേർക്കുന്നു. ഉദാഹരണം 2, ബേബി ആൻഡ് മദർ വേർ സ്ലീപ്പിംഗ്. അമ്മയും കുഞ്ഞും ഉറങ്ങിക്കൊണ്ടിരുന്നു. കർത്താവ് ബഹുവചനമായതിനാൽ വേർ ചേർക്കുന്നു. അപ്പോൾ കർത്താവ് ഏകവചനമെങ്കിൽ വാസ് എന്നും ബഹുവചനമെങ്കിൽ വേർ എന്നും ചേർത്ത് വെർബിൻ്റെ കൂടെ ing കൂടി ചേർത്താൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസായി. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് സമാന്തരമാണ് ഇത്. ഈസ് സ്ലീപ്പിംഗ് എന്നത് വാസ് സ്ലീപ്പിംഗ് എന്നും ആർ സ്ലീപ്പിംഗ് എന്നത് വേർ സ്ലീപ്പിംഗ് എന്നും ആയി മാറുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ കർത്താവായി വരുന്നാൽ ആക്സിലറി വെർബ് എപ്പോഴും ആം മാത്രമാണ്. എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റിന് പ്രത്യേക പദവിയൊന്നുമില്ല. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റ് വന്നാൽ തുടർന്ന് വാസ് എന്നാണ് ചേർക്കേണ്ടത്. ഉദാഹരണം, ഐ വാസ് വെയിറ്റിംഗ്. ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ, അതായത് തുടർന്നു കൊണ്ടിരുന്നു
അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന പ്രയോഗം ലളിതമായി പറയാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് പറയാൻ ഉപയോഗിക്കുന്ന ആക്സിലറി വെർബായ ഈസിൻ്റെയും ആമിൻ്റെയും പാസ്റ്റ് ടെൻസ് വാസ് എന്നും ആറിൻ്റേത് വേർ എന്നും അറിയുക. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നടന്നുകൊണ്ടിരുന്ന എന്നർത്ഥം വരേണ്ട വാചകങ്ങളിൽ കർത്താവ് ഏകവചനമെങ്കിൽ വാസ് എന്നും ബഹുവചനമെങ്കിൽ വേർ എന്നും ചേർത്ത് വെർബിൻ്റെ കൂടെ ING കൂടി ചേർത്താൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസായി. ഉദാഹരണം 1. ഹി വാസ് റണ്ണിങ്. അവൻ ഓടിക്കൊണ്ടിരുന്നു. കർത്താവ് ഏകവചനമായതിനാൽ ആക്സിലറി വെർബ് വാസ്. ഉദാഹരണം 2. ദേ വേർ റണ്ണിങ്. അവർ ഓടിക്കൊണ്ടിരുന്നു. കർത്താവ് ബഹുവചനമായതിനാൽ ആക്സിലറി വെർബായ വേർ ചേർക്കുന്നു. ഉദാഹരണം 3. ഐ വാസ് റീഡിങ്. ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഏകവചനമായി പരിഗണിക്കുന്നു, അതുകൊണ്ട് ആക്സിലറി വെർബ് വാസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയേണ്ടതെല്ലാം കഴിഞ്ഞു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ.